Good morning, friends. Welcome to the General Engineering class. Here we study Civil Engineering. Civil Engineering. Chapter 6 Civil Engineering. In the previous year, that is 9th standard, you studied civil engineering, such as surveying, building constructions, and construction materials, etc. Here we learning about the most universally accepted construction material, that is concrete. Concrete. And their types, ingredients, properties of concretes, characteristics, etc. Okay. Concrete. Concrete is a composite material consisting of aggregates, cement and water. Aggregates, cement and water. That is, concrete consists of a binding material. A binding material such as lime, surki, or cement. Lime, surki, or cement is a binding material. Okay. Then fine aggregates. Fine aggregates. Fine aggregates, that is sand. Fine aggregates or sand. Then coarse aggregate. Coarse aggregates. Coarse aggregates, that is gravel or crushed rocks. Gravels or crushed rocks. Then water. Then admixes. These are the ingredients of concrete. Okay. Concrete can be cast into any desired shape, and once hardened, it become a structural element. Okay. Once the ingredients are mixed together, there is a limited time during which the concrete may be shaped and placed when it hardens. Once the ingredients are mixed together, there is a limited time during which the concrete may be shaped and placed where it is hardened. Okay. The concrete, when wet and plastic condition, is in wet or plastic condition, it is called green concrete. It is called green concrete. On setting, after setting, it is called hardened concrete. On setting, it is called hardened concrete. അതായത് നമ്മുടെ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു. അതിൽ സർവേയിങ് പഠിച്ചു,
ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പഠിച്ചു, ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലിലെ പ്രധാനപ്പെട്ട, അതായത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലായ കോൺക്രീറ്റിനെ കുറിച്ചാണ്. ഈ കോൺക്രീറ്റ്, അതിൻ്റെ വിവിധതരം ടൈപ്പുകൾ, അതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലാണ്. കോമ്പോസിറ്റ് മെറ്റീരിയലാണ്. അതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്? ഒരു ബൈൻഡിങ് മെറ്റീരിയൽ. ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്നുകിൽ ലൈമാവാം, സുർക്കയാവാം, അല്ലെങ്കിൽ സിമെന്റ് ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു ബൈൻഡിങ് മെറ്റീരിയലും അതിനോട് കൂടി ഫൈൻ അഗ്രിഗേറ്റ്സ്. ഫൈൻ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത് സാൻഡ്, റോക്സ് പൗഡർ എല്ലാം ഫൈൻ അഗ്രിഗേറ്റ്സ് ആണ്, നമുക്കറിയാം. ദെൻ കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ എന്ന് പറയുന്നത്. മെറ്റല് അതായത് ക്രഷ്ഡ് റോക്സിനെ പൊട്ടിച്ചത്, അതാണ് കോഴ്സ് അഗ്രിഗേറ്റ്. പിന്നീട് വാട്ടർ, പിന്നെ അതിൻ്റെ സ്ട്രെങ്ത്, സെറ്റിംഗ് ടൈമിലെല്ലാം മാറ്റം വരുത്താൻ വേണ്ടി മിക്സേഴ്സ് ഇതെല്ലാം ഉപയോഗിച്ച് അതിനെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ആവശ്യമായ ആകൃതി, ഏത് ആകൃതിയിലാണോ നമുക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ടത്, ആ കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യം അനുസരിച്ചുള്ള ആകൃതിയിൽ നമ്മളൊരു എന്തുണ്ടാക്കും, ഒരു മോൾഡ് തയ്യാറാക്കും. മോൾഡ് തയ്യാറാക്കി ആ മോൾഡിൽ നമ്മൾ ഈ കോൺക്രീറ്റിനെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് പരസ്പരം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോൾഡിൽ നമ്മൾ ഒരു നിശ്ചിത സമയം കൊണ്ട് എന്ത് ചെയ്യണം, അതിലേക്ക് കോൺക്രീറ്റ് കൊണ്ട് ഇടണം. കോൺക്രീറ്റിന്റെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരിക്കൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരിക്കൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് ഇത് കോൺക്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യേണ്ടത്, അവിടെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഇതിനെ പ്ലേസ് ചെയ്തിരിക്കണം. അല്ലാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്, ഇത് സെറ്റ് ആവും. അപ്പോൾ ഇതിനെ ഈ പ്ലാസ്റ്റിക് കണ്ടീഷനിൽ അഥവാ ഇത് വെറ്റ് കണ്ടീഷനിൽ അതിനെ പറയുന്ന പേരാണ് ഗ്രീൻ കോൺക്രീറ്റ് എന്ന് പറയും. ഗ്രീൻ കോൺക്രീറ്റ് എന്ന് പറയും. അതേസമയം ഇത് ഒരിക്കൽ സെറ്റായി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഹാർഡൻഡ് കോൺക്രീറ്റ് എന്ന് പറയും. ഹാർഡൻഡ് കോൺക്രീറ്റ് എന്ന് പറയും. ഹാർഡൻഡ് കോൺക്രീറ്റ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്, the concrete without steel fibers or steel rods is called PCC, plain cement concrete. PCC, concrete without steel rods or steel fibers, it is called PCC. Okay, it is used for flooring concrete, mass concrete for gravity dams and large machine foundations. It is used for flooring concrete, mass concrete for gravity dams and large machine foundations. Plain cement concrete അഥവാ PCC ഉപയോഗിക്കുന്നതിനാണ് നമ്മുടെ നിലങ്ങളെല്ലാം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഗ്രാവിറ്റി ഡാംസ് എന്ന് പറയുന്നത് നന്നായിട്ട് വലിയ ഡാംസിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, PCC ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഷീൻസ് ഫൗണ്ടേഷനെല്ലാം എന്ത് ഉപയോഗിക്കുന്നുണ്ട്, PCC ഉപയോഗിക്കുന്നുണ്ട്. കോൺക്രീറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ. കോൺക്രീറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ബട്ട് വീക്ക് ഇൻ ടെൻഷൻ. To enhance the tensile strength of concrete, steel fibers or steel rods are embedded in it. It is called reinforced cement concrete, that is RCC. Okay. A steel fiber or
steel rods embedded in a concrete, it is called RCC. Steel fibers or rods are embedded in a concrete is called RCC, that is reinforced cement concrete. Reinforced cement concrete. It is used for structural elements, slabs, beams, columns, etc. It is used for structural elements like slabs, beams, columns, etc. Next, the ingredients of RCC. Ingredients of RCC. Reinforced cement concrete ingredients എന്തെല്ലാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. What are the ingredients of RCC? We know first cement. Second one, fine aggregate. Fine aggregate means sand. Fine aggregate, sand. Third one, coarse aggregate. Coarse aggregate. That is metal. Okay. Broken stone or metal. Fourth one, water. Then admixes. And important thing is in RCC is steel. These are the ingredients of RCC. These are the ingredients of reinforced cement concrete. One is cement. Cement is a binding material. Okay, then fine aggregate, അതായത് മണൽ. Third one, coarse aggregate, അതായത് മെറ്റൽ, നമ്മുടെ പാറ പൊട്ടിച്ച പീസുകൾ. And fourth one, water. വാട്ടറിന്റെ ഒക്കെ ആവശ്യങ്ങൾ നമ്മൾ ഇതിൽ തുടർച്ചയായി പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് അഡ്മിക്സസ്, അതിന്റെ സ്ട്രെങ്ത്തിനോ മറ്റിനൊക്കെ വേണ്ടി ചേർക്കുന്ന അഡ്മിക്സസ്. ലാസ്റ്റ് വൺ സ്റ്റീൽ. സ്റ്റീൽ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല, കമ്പിക്ക് നമ്മൾ സ്റ്റീൽ എന്നാ പറയാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. ഇതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയി നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പഠിക്കും. ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കും.